ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു പുഡിങ്ങിൻ്റെ അതേ ടേസ്റ്റിൽ പാൽ ഉറപ്പിച്ചത് ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് പാലാണ്. 250 ml ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറച്ചൊന്ന് വറ്റിക്കാം. കാരണം നമ്മളിവിടെ നല്ല ഫുൾ ക്രീം പാലാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ നാട്ടിലുള്ളതാണെങ്കിൽ ഒരു കപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചൊരു 1/4 കപ്പ് കൂടി എടുത്തിട്ട് ആ 1/4 കപ്പ് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പാലൊന്ന് കുറുകണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് മാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാത്രം എടുക്കാം, എന്തെങ്കിലും സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ. ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അതിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും നല്ലോണം സ്പ്രെഡാക്കാം. ഇനി ഈ ചൂട് മാറിയ പാൽ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യാം, പക്ഷേ മിക്സിയിലാകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്നായി കിട്ടും. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ് മൊത്തത്തിലുള്ളതാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ പാലും ഏലക്കായും ഫസ്റ്റ് തന്നെ അടിക്കണം കേട്ടോ നിങ്ങൾ മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ഇതാ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ഞാനൊരു 2 എഗ്ഗും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എഗ്ഗിൻ്റെ കൂടെ ഏലക്കായ് മൊത്തത്തിലുള്ളത് ചേർത്ത് അടിക്കുന്ന സമയത്ത് കുറേ നേരം അടിക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് പതയായിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 2 നുള്ള് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊരു 10 സെക്കൻഡ് അടിച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ കുറേ പത വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം ഇപ്പം തന്നെ ഞാനൊരു കുറച്ചടിച്ചപ്പോൾ തന്നെ ഇത്രയും പത വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനിത് ഒരു അരിപ്പയിലൂടെ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രമില്ലേ, ആ ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലോ അങ്ങനെ എന്തിലും വേണേൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ വെള്ളം വെച്ചു. അത് ഞാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കൊണ്ടോ പ്ലേറ്റിനെ കൊണ്ടോ സ്റ്റീലിൻ്റെ എന്തെങ്കിലും വെച്ച് മൂടാം. അപ്പോൾ കാരണം ആ വെള്ളം അതിലോട്ട് പോയിട്ട് ആ പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അത് മുകളിൽ നന്നായിട്ട് മൂടിയിട്ട് നമ്മളിത് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. പരന്ന പാത്രത്തിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. കുറച്ച് കുഴിയുള്ള പാത്രത്തിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഞാൻ 15 മിനിറ്റ് വെച്ചു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് എന്നിട്ടാണ് തുറന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിലും സെർവ് ചെയ്യാം, തണുത്തിട്ടായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും പുഡിങ് പോലെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.